ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണല്ലോ നാം വായിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് നൽകിയ ആലോചന സഭയുടെ ബന്ധത്തിൽ അല്പനേരം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തന പുസ്തകം 69-ാം സങ്കീർത്തനം നമ്മൾ പൂർണ്ണമായി വായിച്ചു നോക്കിയാൽ ദാവീദിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ നിരാശനായി വളരെ നിരാശനായിരിക്കുന്നൊരു അനുഭവം, പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുന്നൊരു ദാവീദാണ് ഈ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്. ദാവീദ് ആരാണ്? കർത്താവിൻ്റെ കൃപ കാട്ടിനകത്ത് നിന്നും അനുഭവിച്ചറിഞ്ഞ് അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ദാവീദ്. വ്യക്തിപരമായ ജീവിതത്തിൽ ആരും കാണാതിരുന്നപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത്, ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ ഒരു അഭിഷേകം തൻ്റെ മേലുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കാട്ടിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ കരടിയെയും സിംഹത്തെയും നിസ്സാരമായി കൊന്ന ഒരു വ്യക്തിയാണ്, ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്നത്. അപ്പോഴും ദൈവത്തിൻ്റെ അഭിഷേകം താൻ തിരിച്ചറിഞ്ഞു, ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴും. അത് മാത്രമല്ല, പരസ്യമായി ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തെ പരസ്യമായി വെല്ലുവിളിക്കുമ്പോഴും അവിടെയും ദൈവസാന്നിധ്യം, ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടെന്ന് വെളിപ്പെടുത്തിയതായ അഭിഷേകം സ്വയമായി തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കണം, ഞാൻ അതിലൂടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിച്ച് ആരംഭിച്ചു തുടങ്ങിയാൽ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ സഭകളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടു എന്ന് ഓർക്കണം, നാം തിരിച്ചറിയേണ്ട കാര്യം, നമ്മളിൽ ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്നും നമ്മളിൽ ഒരു അഭിഷേകമുണ്ടെന്നും നാം ആരാണെന്നുള്ള ബോധ്യതയോടെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓരോ സംസാരങ്ങൾ, നമ്മുടെ രീതികൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് പ്രസാദകരമായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ അത്രയും അധികം അഭിഷേകം തിരിച്ചറിഞ്ഞൊരു ദാവീദ് വല്ലാത്ത പ്രയാസത്തിലായിരിക്കുകയാണ്. സ്വന്തം അമ്മാച്ചൻ പോലും തനിക്കെതിരെ, തൻ്റെ കൂടെയുള്ളവർ പോലും എതിരായി നിൽക്കുന്ന സാഹചര്യത്തിൽ തനിക്ക് വന്ന വേദന, ഞാൻ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല അന്നും ഇതേ പ്രയാസമുണ്ട്. ഒന്ന് വായിച്ചു നോക്കിക്കേ, 69-ാം സങ്കീർത്തനം. മൈക്കിലൂടെ പറ്റുമെങ്കിൽ വായിക്കാൻ ദയവായി. 69-ാം സങ്കീർത്തനം, അതിൻ്റെ 1 മുതൽ അല്ലെങ്കിൽ സ്തോത്രം, അതിൻ്റെ 4 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കാം. 1 മുതൽ 4 വരെയുള്ള വേദഭാഗം. ദൈവമേ, എന്നെ രക്ഷിക്കണമേ. വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു. ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു. പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. എൻ്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു. എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തിലും അധികമാകുന്നു. വൃഥാ എനിക്ക് ശത്രുക്കളായി എന്നെ സംഹരിപ്പാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഒരു ദൈവത്താൽ അഭിഷിക്തനായവൻ, അഭിഷേകം തൻ്റെ മേലുണ്ടെന്ന് മനസ്സിലാക്കിയ വിവിധ സാഹചര്യങ്ങളിൽ രഹസ്യമായും പരസ്യമായും വ്യക്തമായി വെളിപ്പെടുത്തിയ ഒരു അഭിഷേകം പറഞ്ഞ ദൈവദാസൻ പറയുന്ന ഭാഗമാണ് ഇവിടെ. ദൈവത്തോട് കരയുന്ന, താൻ അനുഭവിക്കുന്ന വ്യതകളെ പറ്റി പറയുകയാണ്. താൻ അനുഭവിക്കുന്നത് അസാധാരണമായ ചില വിഷയങ്ങളുടെ കടന്നു പോവുകയാണ്. ഇതിലൊരു വിഷയമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകാത്ത വ്യക്തികളില്ല. സ്തോത്രം. അപ്പോൾ ഓർക്കണം, അഭിഷേകമുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെല്ലാവരും സ്മൂത്തായൊരു ജീവിതമെന്ന് വിചാരിക്കരുത്. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രയാസങ്ങൾ വരുന്നത്? ഞാൻ വിശ്വസിക്കുന്നു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മോടുകൂടെ ദൈവമുണ്ടെന്നും ഇനിയും ഈ ദൈവം മരിച്ചു പോയിട്ടില്ല എന്നും നമ്മളിൽ ആ സ്നേഹം തിരിച്ചറിയുവാനും ദൈവം ഒരു അവസരം നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അപ്പനും അമ്മമാരും കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? വെറുതെ എന്ത് ചെയ്യുന്നു? നമ്മൾ വീടുകളിലൊക്കെ വിടുന്നു. പക്ഷേ ഒരു ചെറിയൊരു ആപത്തുണ്ടെന്ന് മനസ്സിലാക്കിയാൽ, അല്പം ഒന്ന് ആപത്തിൽ പെട്ടുപോയാൽ ആ കുഞ്ഞിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു സ്നേഹവും ഒരു പരിപാലനവും തിരിച്ചറിയുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇതുപോലെ തന്നെ നമ്മുടെ അപ്പനായ ദൈവത്തിൻ്റെ സ്നേഹം നാം പലപ്പോഴും തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ള വ്യതകൾ വരുമ്പോഴാണ്. ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്, ദൈവമേ എന്നെ രക്ഷിക്കണമേ. ഓർക്കണം, ഇത് രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതി നിൽക്കുന്ന രാജാവാണ് ദാവീദ്. അവനേക്കാളും മനുഷ്യരിൽ ഉന്നതനായിരിക്കുന്ന വ്യക്തി ആ രാജ്യത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാ പേരും ആശ്രയിക്കുന്ന മനുഷ്യനാണ് ദാവീദ്. പക്ഷേ ആ ദാവീദ് പരാജയത്തിൻ്റെ ഒരു പടുകുഴി പോലെ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ്.
നാം ഓർക്കണം, പലപ്പോഴും ചിലർ ചോദിക്കുന്ന ചോദ്യമുണ്ട് ദേശത്ത്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാത്തവർക്ക് അനുഭവിക്കാത്ത വേദനകളും പ്രയാസം എന്തിനാ നിന്റെ ജീവിതത്തിൽ? ഞാൻ പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുവാൻ. പ്രൈസ് ദി ലോർഡ്. ചില കാര്യങ്ങൾ നമുക്ക് ചോദ്യചിഹ്നം മാത്രമേ ഉള്ളൂ, ആൻസർ പറയുവാൻ നമ്മുടെ സാഹചര്യങ്ങൾക്ക് പറ്റത്തില്ല. അതിന് ആൻസർ വരണമെങ്കിൽ ദൈവത്തിൻ്റെ പാതാരങ്ങളിൽ ഇരുന്നാലേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് തന്നെ ആ ബസ് അല്ലെങ്കിൽ സ്തോത്രം, അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് ബസ്സുള്ളൂ. പക്ഷേ കൃത്യസമയത്ത് എത്തേണ്ട ദൗത്യം പുള്ളിക്കാരൻ, ഒരു ദൈവ പൈതല, രാവിലെ പ്രാർത്ഥിച്ച് കടന്നു വന്നു. ആ ബസ് ഹല്ലേലൂയ സ്തോത്രം ഫ്രണ്ടിലോട്ട് എടുക്കൂ. പക്ഷേ തനിക്ക് അത് ആ ബസ് ലഭ്യമായി തീർന്നു. താൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് 2 മണിക്കൂർ കഴിഞ്ഞ ബസ്സുള്ളൂ. കുഴപ്പമില്ല, അല്പം കൂടെ കഴിഞ്ഞു. അല്പനേരം കൂടെ കഴിഞ്ഞ് താൻ പിന്നെ ഒരു ജോലി സംബന്ധമായി പോയത്. അല്പം കൂടെ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് താൻ അവിടെ പോയപ്പോൾ യഥാർത്ഥത്തിൽ കാണേണ്ട വ്യക്തികളെ പ്രത്യേകമായ സാഹചര്യത്തിൽ കർത്താവ് ഒരുക്കി അവിടെ സകലതും ആ സമയത്ത് ദൈവം ഒരുക്കി വെച്ചിരുന്നു. ഞാൻ പറഞ്ഞു വന്ന സാഹചര്യം എന്ന് പറയുന്നത്, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില ഡൗൺ ആയി, നമ്മുടെ ജീവിതത്തിൽ ചില പ്രതികൂലമായി പ്രയാസമായി വരുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. മനസ്സിലായി? ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമേ എന്നെ രക്ഷിക്കണമേ. ഒരു രാജാവാണ് പറയുന്നത്, കർത്താവ് എന്നെ രക്ഷിക്കണം. അവനറിയാം എനിക്ക് രക്ഷിക്കണമേ എന്ന് പറയുവാൻ, എന്നെ രക്ഷിക്കുവാൻ കഴിയുന്നത് ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദാവീദ് കടന്നു പോകുന്നു. മനസ്സിലായോ? ഒരു ദൈവഭക്തനായ, ഒരു അഭിഷിക്തനായ, അഭിഷേകം നേരിട്ട് കൈപ്പറ്റിയ, ദൈവത്തിൻ്റെ അഭിഷേകം വ്യക്തമായി തന്നിലുണ്ടെന്ന് മനസ്സിലാക്കിയ ആ ദാവീദ് പറയാണ്, കർത്താവേ എന്നെ രക്ഷിക്കണമേ. മനുഷ്യനൊന്നും സഹായിക്കുവാൻ കഴിയാതെ തൻ്റെ കൂടെയുള്ള സഹപടന്മാർക്ക് ശക്തിയും ആരോഗ്യം ബലമുണ്ടെങ്കിലും അതൊന്നും കഴിയാത്ത, അവർക്കൊന്നും നിയന്ത്രിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം ദാവീദിന് കടന്നു വന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധൻ പറയുന്നു, ഇങ്ങനെയുള്ള ചില സാഹചര്യം നമ്മുടെ കടന്നു വരും. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് സഹായമാകുമെന്ന് വിചാരിക്കും, കൂടെയുള്ളവർ നമുക്ക് സഹായമാകുമെന്ന് വിചാരിക്കും, നമ്മുടെ സഹോദരങ്ങൾ സഹായമായിരിക്കുന്ന അനേകം അനുഭവം ഉണ്ടായിരിക്കാം. പക്ഷേ ഇവർക്കാർക്കും നമ്മെ സഹായിക്കുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ദൈവമക്കളെ സംബന്ധിച്ച് ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ ലോകത്തിൽ പല വ്യക്തികൾക്ക് തങ്ങളുടെ ആശ്രയങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോൾ ചിലരെ പറ്റി എനിക്ക് ഇന്നയാൾ സഹായിക്കും, ഇന്നയാൾ അഭയമുണ്ട്, ഇന്നയാൾ സഹായമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ സഹായമെല്ലാം നിലനിൽക്കുമ്പോൾ ആത്മഹത്യയ്ക്ക് വേണ്ടി കയറും വിഷവും എടുത്ത്, അല്ലെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർ ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു പ്രതീക്ഷയുമില്ലാതിരിക്കുമ്പോൾ ദൈവമക്കളെ നമുക്ക് പറയുവാൻ കഴിയും, ഈ ലോകത്തുള്ള സകല സാഹചര്യം എനിക്ക് തിരിഞ്ഞു വന്നാലും, ഈ ലോകത്തിലെ സകല വ്യക്തികൾ എനിക്കെതിരായി നിന്നാലും, എൻ്റെ സാഹചര്യം എത്ര തന്നെ മോശമായിരുന്നാലും, എനിക്ക് വേണ്ടി ഏതു താഴ്വരയ്ക്കകത്തിറങ്ങി വരുന്ന, ഏത് പ്രതികൂലത്തിൻ്റെ താഴ്വരയ്ക്കകത്തിറങ്ങി വരുന്ന, ഏത് മരണത്തിൻ്റെ താഴ്വരയ്ക്കകത്തിറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം എന്നോട് ഉള്ളിടത്തോളം കാലം ഞാൻ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. Praise the Lord. Hallelujah. ഇവിടെ പറയുന്നൊരു ഭാഗം, ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു. നമുക്കൊരു വേദഭാഗം വായിക്കാം. ഇവിടെ സങ്കീർത്തനക്കാരൻ അങ്ങനെ പറയുമ്പോൾ, യെശയ്യാവിൻ്റെ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉമുള്ള വേദഭാഗം. ഇവിടെ ദാവീദ് പറയുന്നു, ഞാനോ ഹല്ലേലൂയ ഒരു നിലയില്ലാത്ത എന്ന് പറഞ്ഞ രക്ഷയില്ലാത്ത, താഴ്ന്നു പോകുന്ന ആഴമുള്ള ചേറ്റിൽ താഴുന്നു, ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞു. എന്നാൽ ഇതിന് ഉത്തരമായി പ്രവാചകൻ ദൈവാത്മാവ് വിളിച്ചു. 43-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ കവിയില്ല. ഒരു കാര്യം ഇവിടെ പറയുന്നു, ഒരു ദൈവമകൻ ഇതിലൂടെ ഒക്കെ കടന്നു പോകും. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ദൈവം വാഗ്ദത്തം ചെയ്തെന്നറിയാമോ? ഇപ്പോഴേ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ച യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു,
ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. അടുത്തു പറയുകയാണ്, നീ വെള്ളത്തിൽ കൂടെ കടന്നു പോകാൽ അത് നിന്റെ മീതെ കവിയത്തില്ല, അത് നിന്റെ മീതെ കവിയത്തില്ല. ഇന്ന് പകൽക്കാലം പ്രവാചകൻ ദൈവത്തിൻ്റെ ശബ്ദത്തിൽ നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവാഹത്തിൽ നിന്നുകൊണ്ട് ഭയപ്പെടുന്ന പല വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവാത്മാവിൽ പ്രവാചകൻ പറയുന്നു, നീ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ ഭയപ്പെടുത്തുന്ന പല സംഗതികൾ വരുമ്പോഴും നിന്നെ ഭയം കൊണ്ട് മൂടിയിരിക്കുന്ന അനുഭവത്തിനകത്ത് നിരാശമേ നിരാശ, വിഷമങ്ങളുടെ മേൽ വിഷമങ്ങൾ, ഭാരത്തിന് മേൽ ഭാരം ജീവിതത്തിൽ കടന്നു വന്നാലും പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരമ്മയ്ക്ക് താങ്കളോട് തോന്നാത്തൊരു സ്നേഹം, ഒരു അപ്പന് താങ്കളോട് തോന്നാത്തൊരു സ്നേഹവും കരുതലും എൻ്റെ അപ്പനുണ്ട്, സ്വർഗീയ അപ്പനുണ്ടെന്ന് മനസ്സിലാകുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്ക് നാം വിശ്വസിക്കണം, എൻ്റെ കർത്താവിൻ്റെ പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മയും തിന്മയും എൻ്റെ ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. ദൈവത്തിന് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പേർ ചൊല്ലി വിളി. അവിടെ അടുത്ത് പറയുന്നു, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയത്തില്ല എന്ന് പറഞ്ഞാൽ കവിയുന്ന രീതിയിലുള്ള വെള്ളത്തിലൂടെ നാം കടന്നു പോകേണ്ടി വരും. ഇവിടെ ദാവീദ് പറയുന്നു, എൻ്റെ പ്രവാഹങ്ങൾ, ഹല്ലേലൂയ, ആ ചെളിക്കകത്താഴ്ന്നു പോകുന്നത് പോലെ. ചെളിക്കകത്താഴ്ന്നിറങ്ങിയ വിഷയം എന്നാണെന്നറിയാമോ? എത്ര നല്ല സമർത്ഥനായ വ്യക്തിയാലും വളരെ പ്രയാസം അതിൽ നിന്ന് പൊങ്ങി വരാൻ. മനസ്സിലായോ? ഇതാ അല്ലെങ്കിൽ അത്രത്തോളം പ്രയാസമായ ആഴമേറിയ അനുഭവത്തിനകത്തും അവിടെയും കരം തന്ന് പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മളെ സംഗീതം തന്നെ, ഹല്ലേലൂയ, സ്തോത്രം, അതിൻ്റെ ഒരു നല്ല അത്രയും അധികം പ്രയാസത്തിലൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, സ്തോത്രം, അതേ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 13-ാമത്തെ വാക്യം. ഞാനോ യഹോവേ, പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, നിന്റെ ദയയുടെ ബഹുത്വത്താൽ നിന്റെ രക്ഷാ വിശ്വസ്തയാൽ തന്നെ എനിക്ക് ഉത്തരമറിയണമേ. മതി. ഇവിടെ ഒരു കാര്യം നോക്കണം. പ്രസാദകാലം, പ്രസാദകാലം, പ്രസാദകാലം മറന്നു പോകരുത്. പ്രസാദകാലം എന്നാണെന്നറിയാമോ? നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് ദൈവത്തിൻ്റെ പ്രസാദം നാം മേടിച്ചെടുത്തോണം. നല്ല ആരോഗ്യമുള്ള സമയത്ത് ആശുപത്രിയിൽ പോയി ഐസിക്കകത്ത് പോകുന്നതിന് മുൻപേ തന്നെ ഈ ദൈവം നല്ലവനായ ദൈവമെന്നും ഈ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും ദൈവമാണെന്നും, ഒരു നിമിഷം കൊണ്ട് മനുഷ്യന്, ഒരു നിമിഷത്തെ ജീവൻ മനുഷ്യന് വേണ്ടി അത് മുൻപോട്ട് പോകണം. എൻ്റെ കർത്താവ് അറിയാതെ, കർത്താവ് സഹായമില്ലാതെ, കർത്താവിൻ്റെ സഹായമില്ലാതെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല എന്നുള്ള ബോധ്യതയുള്ള ഒരു സമയത്ത് നാം ദൈവത്തിൻ്റെ പ്രസാദമായി ദൈവത്തിൻ്റെ പ്രസാദം മേടിച്ചെടുത്തോണം. ഹല്ലേലൂയ. അതെങ്ങനെയാ പറയുന്നത്? നമ്മൾ വായിക്കേണ്ട റോമാലേഖനം 12 സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ നിങ്ങൾ പ്രബോധിപ്പിക്കും, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ, വിശുദ്ധിയും നന്മയും പൂർണ്ണ പ്രസാദമുള്ള ഒരു യാഗമായി സമർപ്പിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, ദൈവം ഇന്ന് താങ്കൾക്ക് നൽകിയ നല്ല ആരോഗ്യം ദൈവത്തിൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കി രാവിലെ എഴുന്നേൽക്കും പറഞ്ഞ, അപ്പാ, ഇന്നലെ ഭൂമിയിൽ പാർത്തിരുന്നവർ എത്ര പേർ ഈ ലോകം വിട്ടുപോയപ്പോൾ എന്നെ നീ സുഖഭദ്രമായി ഒരു ദിവസം കൂടെ നൽകിയത് എൻ്റെ അപ്പനെ, എൻ്റെ അമ്മയും സഹോദരങ്ങളെയും സഹോദരിമാരെയും ഈ ലോകത്തിൽ കാണുവാൻ ഒരു ഭാഗ്യം നൽകിയപ്പോൾ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ കരുണ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അപ്പാ ഇന്നൊരു പകലെനിക്ക് നൽകിയതെങ്കിൽ കർത്താവേ, ഈ നല്ല ആരോഗ്യമുള്ള സമയത്ത് അങ്ങയുടെ പ്രസാദം എൻ്റെ മേൽ വരണമെന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ ദൈവമക്കളെ, കൃപയൊന്നല്ലാതെ ഒന്നുമില്ല. ഒരു നിമിഷം, ഹല്ലേലൂയ, ഉന്നതന്മാർ തകർന്നുകൊണ്ടിരിക്കുന്നു, ഉന്നതന്മാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രകൃതിക്ഷോഭങ്ങൾ, വിവിധമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ നിലനിൽക്കേണ്ട ഒരു കൃപയ്ക്കായി ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ പ്രസാദ ഒരു കാലം എൻ്റെ മേലുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള സമയമാണ്. നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നാം പ്രാർത്ഥിക്കേണ്ട വിഷയം എന്നറിയാം, അപ്പാ, അങ്ങയുടെ പ്രസാദം എൻ്റെ മേൽ ഉണ്ടോ?
ആ പ്രസാദകാലത്ത് ഞാൻ ദൈവത്തോട് നിലവിളിക്കുവാനിടയായിത്തീരും. ഒരു കാര്യം, ദൈവത്തിൻ്റെ പ്രസാദം നല്ല ആരോഗ്യമുള്ള സമയത്ത്, ആരോഗ്യമെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനുള്ള ആരോഗ്യം, എഴുന്നേൽക്കുവാനുള്ള ആരോഗ്യം, ചിരിക്കുവാനുള്ള ഒരു ആരോഗ്യം, ആഹാരം കഴിക്കുവാനുള്ള ആരോഗ്യം, ഹല്ലേലൂയ, മാതാപിതാക്കളുമായി സഹോദരങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുള്ള ഒരു ആരോഗ്യം, സഭയിൽ ആരാധിക്കുക ദൈവം തന്ന ഭാഗ്യമുള്ള ആരോഗ്യം, ഈ നന്മയുള്ള നല്ല ആരോഗ്യമുള്ള ഈ സമയത്ത് ദൈവത്തിന്റെ പ്രസാദം എൻ്റെ മേൽ അപ്പാ വെളിപ്പെടണമെന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കും ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, അപ്പാ അങ്ങയുടെ പ്രസാദം എൻ്റെ വെളിപ്പെടണമേ, അപ്പാ അങ്ങയുടെ പ്രസാദം എന്നെ വെളിപ്പെടണം. ഒരു നിമിഷം കണ്ണുകൾ മൂടാം, നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം സഭ ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ കേൾക്കുന്ന ഓരോ ദൈവത്തിൻ്റെ കുടുംബങ്ങളിനകത്ത്, ഹല്ലേലൂയ, ഈ സൂമിലൂടെയും അല്ലെങ്കിൽ അതുപോലെ ദൈവസഭയിലേക്ക് ഓരോ വിശ്വാസ കുടുംബങ്ങൾ നമുക്കൊന്ന് ഒരുമിച്ച് പറയാം, അപ്പാ എനിക്ക് ദൈവം ഇന്ന് തന്ന ആരോഗ്യ സമയത്ത് അങ്ങയുടെ ഒരു പ്രസാദകാലമായി എൻ്റെ ജീവിതം തീർക്കുവാൻ, അപ്പാ അങ്ങേക്ക് ഹിതമില്ലാത്ത ഞാൻ പലതും പറഞ്ഞു പോയി കർത്താവേ. എനിക്ക് ദൈവം തന്ന ആരോഗ്യം ഉപയോഗിച്ച്, എനിക്ക് ദൈവം തന്ന കഴിവുകൾ ഉപയോഗിച്ച് അപ്പൻ്റെ സന്നിധി ഇരിക്കേണ്ടതിന് പകരം എൻ്റെ വായികൾ ദൈവസന്നിധി ഹിതമില്ലാത്ത സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, അങ്ങയുടെ പ്രസാദം എൻ്റെ മേൽ വെളിപ്പെടുവാൻ തടസ്സമായി എൻ്റെ ശരീരത്തിനകത്ത്, എൻ്റെ മസ്തിഷ്കത്തിനകത്ത്, എൻ്റെ ബുദ്ധിമണ്ഡലങ്ങൾക്കകത്ത്, എൻ്റെ ശരീരത്തിനകത്ത് കർത്താവ് ഏത് പാപപ്രവൃത്തിയുമുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുവാൻ കർത്താവേ എന്നെ സഹ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയും, കർത്താവേ ദൈവത്തിൻ്റെ പ്രസാദകാലം, ദൈവത്തിൻ്റെ പ്രസാദകാലം, ദൈവത്തിൻ്റെ പ്രസാദകാലം നമ്മൾ അനുഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം പലരും പലവിധമാകുന്ന പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രസാദകാലം തിരിച്ചറിയുന്ന പകൽക്കാലം പറയും, കർത്താവേ ഈ നല്ല ആരോഗ്യമുള്ള സമയത്ത് ദൈവത്തിൻ്റെ പ്രസാദം എന്നിൽ വെളിപ്പെടണമേ. അപ്പന് ഹിതമില്ലാത്തൊന്നും സംസാരിക്കുവാൻ അനുവദിക്കരുത് കർത്താവേ, അപ്പന് ഹിതമില്ലാത്തൊന്നും പ്രവർത്തിക്കുവാൻ അനുവദിക്കുക. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയും? ദാവീദ് പറയുന്ന ആ പ്രസാദകാലത്തെ ദൈവത്തോട് നിലവിളിക്കും. ഇന്ന് പകൽക്കാൻ ചില വിഷയങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽക്കാൻ ഒരു പ്രസാദകാലം നമുക്ക് വരെ എത്ര പേർക്ക് നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ കൃപയിലാശ്രയം ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ സന്നിധി സമർപ്പിക്കുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കണം. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനകളും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുറന്നുള്ള സമയങ്ങൾ സാക്ഷ്യ സമയമാണ്. ദയവായി കുഞ്ഞുങ്ങൾ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കാം.